എവിടേക്ക് പോണു തുന്തുവാ? പുഴർക്ക് ഞങ്ങൾ കക്ക മേടിക്കാൻ പോവാ. ഹലോ ഗൈസ്, ഇന്ന് നമ്മളിത് ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. ഇപ്പം ഞാനും തുണ്ടും കൂടി ഇതേ കക്ക മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മുറ്റിച്ചൂര് പുഴ. അപ്പോൾ അതിനടുത്തുള്ള വീടുകളിലൊക്കെ കക്ക വിൽക്കണ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കക്ക മേടിക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ എത്തിയ സമയം 11-11:30 ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും പുഴയൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാൻ ഇവൻ്റെ കൂടെ പോയത്. അപ്പോൾ ഞാൻ ഒരു സ്ഥലം കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് കൊട്ടാരപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ അമ്പലം ആദ്യം ഇവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ, തൃപ്രയാർക്ക് മാറ്റിയതാണ്. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയതിൻ്റെ ഒരു തറഭാഗമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കിണറും അതിൽ ഉൾപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ കിണറ്റിൽ നിന്നാണ് കേട്ടോ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വെള്ളം എടുക്കുക, കുടിവെള്ളം എടുക്കുക. അശുദ്ധിയായി കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനൊന്നും പോവില്ല. അപ്പോൾ അത്ര വിശ്വാസത്തിലൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് നമ്മളിത് കക്ക മേടിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ വീട്ടിലില്ലാന്ന് എവിടെയാണ്? ഇവിടത്തെ കഴിഞ്ഞത്ര. അങ്ങനത്തെ നമ്മൾ കക്ക മേടിക്കാനായിട്ട് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഇതേ അടുപ്പത്ത് പാത്രത്തിൽ ഇങ്ങനെ കക്ക പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, തൊണ്ട് വിട്ട് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുഴയിലേക്കൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും തുണ്ടും കൂട്ടിയിട്ട് ഇതേ പുഴയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ദേ ഈ കാണുന്നതാണ് മുറ്റിച്ചൂര് പുഴ. സംഭവം കാട്ടിത്തരാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ കക്കയുടെ തൊണ്ടുഭാഗമാണ് കേട്ടോ. കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോടുഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കുമ്മായി ഉണ്ടാക്കാനായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ട് പോട്ടാ. ഇവിടെ നാഴിക്കണക്കാണ് കേട്ടോ. 2 നാഴിക്ക് 140 രൂപയോ മറ്റോ ആണ്. നമ്മൾ 3 നാഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് കക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവാണ്. ബൈ.